ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മളിവിടെ PSCയുടെ ക്ലാസ് 10th പ്രിലിംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മാത്സ് സബ്ജക്റ്റ്, അതായത് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് നമ്മൾ സിലബസ് എടുത്ത് നോക്കിയാൽ കാണാം. അതിൽ തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ലഘുഗണിതമാണ്, മറ്റേത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും. അപ്പോൾ അതിലെ ലഘുഗണിതം എന്ന പോർഷനിലെ ടോപ്പിക്ക് നമുക്കൊന്ന് തുടങ്ങി വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ലഘുഗണിതത്തിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പറയാം. ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് സിലബസ്. അപ്പം നോക്കാം. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, അതുപോലെ തന്നെ ലസാഗു, ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, പിന്നെ അതുപോലെ ലാഭവും നഷ്ടവും, സമയവും ദൂരവും. അപ്പം ഇതിലെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള സംഖ്യകളും അടിസ്ഥാന ക്രിയകളുമാണ് നമ്മളിന്ന് തുടങ്ങി വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കണേക്കാട്ടി മുന്നേ പറയുന്നത്, ചിലർക്ക് മാത്സ് എന്ന സബ്ജക്റ്റ് ഈസി ആയിരിക്കും, പക്ഷെ മറ്റു ചിലർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെയാണ് അവർ പറയാറുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് മാത്സിൻ്റെ പോർഷൻ സ്കോർ ചെയ്താലാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ മാത്സ് വളരെ സിമ്പിളാണെന്നും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. സിമ്പിളാണെന്നേ, കാരണം നമുക്ക് കുറച്ച് ഫോർമുലാസും അതുപോലെ തന്നെ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ തന്നെ മാത്സ് ഭയങ്കര സിമ്പിളായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ഒരു ഇതെന്ന് പറയാം, കാരണം നമുക്ക് പലർക്കും വായിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ, ഹിസ്റ്ററി, ജോഗ്രഫി, ഇങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ GK കാര്യങ്ങളൊക്കെ പഠിച്ച് ബോറടിച്ചിരിക്കുമ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്സ് പഠിക്കാമെന്നാണ് പറയുക. അതുപോലെ നമുക്ക് ഉറക്കം വരുന്ന നേരത്ത്, അതായത് നമുക്ക് ഒരു ദിവസത്തിൽ നമുക്ക് പഠിച്ച് ഉറക്കം വരുന്ന സമയങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഉച്ച പോലത്തെ സമയത്തൊക്കെ ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുക. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാത്സ് പഠിക്കാനിരിക്കുക. അത് മാത്സ് ചെയ്ത് തന്നെ പഠിക്കുക. പലർക്കും തെറ്റിപ്പോകുന്നതെന്ന് വെച്ചാൽ ചിലർ വായിച്ചങ്ങ് വിടും. നമുക്ക് എക്സാം പേപ്പർ കിട്ടുന്ന നേരത്തെ കൺഫ്യൂഷൻ വരുമ്പോൾ, അയ്യോ ഇതങ്ങനെയാണോ ഇങ്ങനെയാണോ. ഇതിൻ്റെ അകത്ത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളുടെ ടോപ്പിക് എടുത്ത് നോക്കി തന്നെ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്ന രീതിയിലാണ് നമുക്ക് ടോപ്പിക്സ് ഒക്കെ എടുക്കുന്നത്. സംഭവം വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മാത്സ് ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ നമുക്ക് എത്രയും പ്രോബ്ലംസ്, അതായത് എത്ര കണക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രയും കാര്യങ്ങൾ നമ്മൾ റിവിഷൻ ടൈമിലാണെങ്കിലും പഠിക്കുന്ന ടൈമിലാണെങ്കിലും ചെയ്ത് പോവാം. ഫ്രീ ടൈമിൽ ചെയ്യാം. ഇനിയിപ്പോൾ മാത്സ് ടഫാണ്, അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള ടൈം പറയാം. ചിലർക്ക് അത് ഇപ്പോൾ സയൻസ് ഒക്കെ പഠിച്ചു വന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇനി വേറെ സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്നവർക്കും ചിലർക്ക് ടഫുണ്ട്, ചിലർക്ക് ഈസിയാണ്, ചിലർ ഈസി ആയിട്ട് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ എബിലിറ്റിയാണ്. എന്തായാലും മാത്സിന് അത്ര ഭീകരമായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. സിമ്പിളായി കണ്ടിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇതിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഇത് ഞാൻ എഴുതി വെച്ചിട്ടുള്ള നോട്ടാണ്. അപ്പം നമ്മൾ ടോപ്പിക്സൊക്കെ വരുമ്പോൾ മെയിൻ ഹൈലൈറ്റ്സൊക്കെ ഇവിടെ എഴുതി പോവാം. ഞാൻ ആദ്യം പറയുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. ഇതിലെ ഫസ്റ്റ് നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് സംഖ്യകൾ പല ടൈപ്സ് ഉണ്ട് അല്ലേ. ചിലർക്ക് ഇംഗ്ലീഷ് പേരുകൾ, നമ്മളറിയാം 10ാം ക്ലാസ്സിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഇംഗ്ലീഷ് ടേംസ് ആണ്. അപ്പോൾ പലരും പഴയ ടേംസ് ചിലരൊക്കെ മറന്നു പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ, PSCയിൽ മലയാളം ടേംസ് അല്ലേ ചോദിക്കുന്നത്. സോ നാച്ചുറൽ നമ്പേഴ്സിനെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ. ആദ്യം തന്നെ പല ടൈപ്പ് സംഖ്യകൾ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് എണ്ണൽ സംഖ്യകളെ വേറൊരു പേരിൽ കാണാം, അതാണ് നിസർഗ സംഖ്യകൾ. ശ്രദ്ധിക്കുക, എണ്ണൽ സംഖ്യകളിനെ പറയുന്നതാണ് നിസർഗ സംഖ്യകൾ. അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഞാൻ കാണിച്ചു തരാം. നിസർഗ സംഖ്യകൾ ഓക്കെ. അതെന്താണ് എണ്ണൽ സംഖ്യകൾ. അതിനെന്താ പറയുക, എണ്ണൽ സംഖ്യകൾ. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. അതിനെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ എണ്ണൽ സംഖ്യകൾ ഏതാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. വളരെ സിമ്പിളാണ്. നമുക്ക് എണ്ണാൻ പറ്റുന്ന സംഖ്യകൾ, നമ്മൾ എണ്ണാൻ യൂസ് ചെയ്യുന്ന സംഖ്യകൾ, നമ്മളൊരു കയ്യിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വിരലുകൾ എടുത്തിടുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് എണ്ണ, അതിൽ 0 പേടില്ലല്ലോ. അപ്പോൾ നമ്മൾ 1 തൊട്ടല്ലേ എണ്ണ. അപ്പോൾ അങ്ങനെ തന്നെ ചിന്തിച്ച് പഠിക്കുക. 1 2 3 4 5 6 അങ്ങനെ പോയി നമുക്ക് എണ്ണാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ നിസർഗ സംഖ്യകൾ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുക. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു പോകേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, സ്ഥിരമായിട്ട് പരീക്ഷാ പേപ്പറിൽ ചോദിക്കുന്നതാണ്, ഇത് അറിഞ്ഞിരിക്കുക വേണം. എണ്ണൽ സംഖ്യകളുടെ തുക കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ എഴുതി വയ്ക്കുക. ഞാനിവിടെ ജസ്റ്റ് കാണിച്ചു തരുന്നതാണ്. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n ×
n+1/2. അങ്ങനെ തന്നെ പഠിക്കുക. ഇപ്പോൾ ഇത് എണ്ണൽ സംഖ്യയുടെ കേസ് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മളിനി അടുത്ത പല സംഖ്യകൾ വരുമ്പോൾ അതിൻ്റെ തുകകൾ കാണാനുള്ള ഇക്വേഷൻസ് വേറെയാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഏതാണ് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ 1 2 3 4 5 അങ്ങനെ പോകുന്നതാണ് എന്ത് എണ്ണൽ സംഖ്യകൾ. അതിൻ്റെ തുക കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n×n+1/2 അല്ലെങ്കിൽ n×n+1 ഹരിക്കണം 2. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങളൊരു ബോക്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇക്വേഷൻസ് ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതി വെച്ച് പഠിക്കാൻ എളുപ്പത്തിനാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും ചെറിയ നിസർഗ സംഖ്യ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ, ഏറ്റവും ചെറിയ നിസർഗ സംഖ്യ ഏതായിരിക്കും? 1 ആയിരിക്കും അല്ലേ? 1 ആണ് നമ്മുടെ ഏറ്റവും ചെറിയ നിസർഗ സംഖ്യ. നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ആ ഉത്തരം നോട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും ചെറിയ നിസർഗ സംഖ്യ 1. തെറ്റിക്കരുത് കേട്ടോ. നമുക്ക് നിസർഗ സംഖ്യകൾ ഏതാണെന്ന് എഴുതാൻ പറയുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. 1 2 3 4 5 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ചിന്തിച്ചറിയാം 1 ആണ് എന്ത് ഏറ്റവും ചെറിയ നിസർഗ സംഖ്യ എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് ഇപ്പം ഞാൻ തുക കാണാനുള്ള ക്വസ്റ്റ്യൻ പഠിച്ചു. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. എന്താ? ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ തുക എന്തായിരിക്കും? നമുക്ക് ഇക്വേഷൻ അറിയാം. നമ്മൾ എന്ത് കിട്ടിയാലും എന്താ തുക കാണാനുള്ള ഇക്വേഷൻ എഴുതിയേക്കുക. അതൊക്കെ ഇതിൻ്റെ ഒരു ഭംഗിയാണ്. n×n+1/2. ഇതിൻ്റെ അകത്ത് ഈ n എന്ന് പറയുന്നതാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നമ്പർ. ഈ n എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 15 ആണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ? n-ൻ്റെ സ്ഥാനത്ത് 15 ഇട്ട് കൊടുത്തു. പിന്നെ n-ൻ്റെ സ്ഥാനത്ത് വീണ്ടും 15+1/2 ഇട്ട് കൊടുത്തു. അപ്പോൾ 15+1 എന്ന് ഈ ബ്രാക്കറ്റിൻ്റെ മീനിങ് എന്താ? ഇൻറ്റു എന്നാണ് കേട്ടോ. ബ്രാക്കറ്റിൻ്റെ മീനിങ് ഗുണിക്കുക എന്നാണ്. അപ്പോൾ 15+1 എന്ന് പറയുന്നത് 16 /2. ഇനി 2ൽ 2 ഒരു വട്ടം, 16ൽ 2 എത്ര വട്ടം? 8 വട്ടമാണ് കേട്ടോ. ഹരിക്കുന്നതും ഗുണിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അത് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ 15×8 ചെയ്യുക. ഓക്കെ, 15×8 നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഇങ്ങനെ നമ്മൾ സ്പീഡിലൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 5×8 എത്രയാ? 40 ആണ്. 1×8 8. 8 അതായത് 1×8 8 8+4 എന്താണ്? 12 ആണ്. അപ്പോൾ 120 ഉത്തരം വരും. ഇങ്ങനെ ചെയ്ത് സ്പീഡിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഉത്തരം എന്താണ്? 120 ഈ ഗുണിക്കലും ഹരിക്കലും ഒക്കെ സ്പീഡിൽ തന്നെ ചെയ്യണം. നമുക്കറിയാം നമുക്ക് എത്രയോ സമയം കുറവുള്ളൂ. അപ്പോൾ ആ സമയത്തിനനുസരിച്ച് തന്നെ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്താ അധികം സമയം കൊടുക്കാണ്ട് ചെയ്യുമ്പോൾ തെറ്റിക്കാതെ തന്നെ കറക്റ്റ് ആൻസറിൽ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെന്താ? നിസർഗ സംഖ്യ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈസി ആണല്ലേ. നിസർഗ സംഖ്യകൾ ഏതാണെന്ന് പഠിക്കുക, അതിൻ്റെ തുക കാണാനുള്ള ഇക്വേഷൻ പഠിക്കുക. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതാക്കാം. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിപ്പോൾ ഞാൻ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇത്രയും ഭാഗം പഠിപ്പിച്ചതിനെ കുറിച്ചുള്ള കൂടുതൽ പ്രോബ്ലംസ് എന്നാണ് നമ്മളതിനെ പറയുക അല്ലേ. പ്രോബ്ലംസ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം, വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ആദ്യം തന്നെ നീറ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഏതാണ് നിസർഗ സംഖ്യകൾ, ഏതാ 1 2 3 4 5 6 അങ്ങനെ പറയുന്നത്. അതിൻ്റെ തുക n×n+1/2. അപ്പോൾ നമ്മൾ ഇപ്പം നീറ്റായിട്ട് നിസർഗ സംഖ്യ, എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പേഴ്സിനെ പറ്റി പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ അഖണ്ഡ സംഖ്യയെ പറ്റിയാണ് പറയാൻ പോണത്. എന്താണ് അഖണ്ഡ സംഖ്യ? അഖണ്ഡ സംഖ്യകൾ. അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. എന്താ? ഈ നേരത്തെ പഠിച്ചില്ലേ, അതായത് നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളുടെ കൂടെ ഒരു 0 ചേർത്താൽ എന്തായി? അഖണ്ഡ സംഖ്യകളായി. അതായത് 0 1 2 3 4 5. അപ്പോൾ തെറ്റരുത്, ആദ്യം നമ്മൾ 1 2 3 4 ഉള്ളതാണ് എന്ത്? നാച്ചുറൽ നമ്പേഴ്സ്. അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത് ഏതാണ്? 0 1 2 3 4 5 അങ്ങനെ പോകുന്നതാണ് എന്ത്? അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. കൂടെ തന്നെ എന്ത് പഠിക്കുക? തുക കാണാനുള്ള ഇക്വേഷനും കൂടി പഠിക്കുക. തുക കാണാനുള്ള ഇക്വേഷൻ
n ഇൻറ്റു നേരത്തെ n പ്ലസ് ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ അതെന്തായി n-1 ഡിവൈഡഡ് ബൈ 2. ഈ രണ്ട് കാര്യങ്ങൾ നീറ്റായി പഠിച്ചാൽ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ തുക കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n ഇൻറ്റു n-1 ഡിവൈഡഡ് ബൈ 2. n ഇൻറ്റു n-1 ഹരിക്കണം 2. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പം തന്നെ നമുക്കതിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് എന്ത്, ഇതിലേക്ക് നോക്കുക, ക്ലിയർ ആവണമെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എന്താ, നമുക്കറിയാം 0 അല്ലേ. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എന്താണ്, 0. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ തുക കാണാനൊരു ക്വസ്റ്റ്യൻ എഴുതുകയാണ്. എന്താ, ആദ്യത്തെ 20 അഖണ്ഡ സംഖ്യകളുടെ തുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ 20 അഖണ്ഡ സംഖ്യകളുടെ തുക. അപ്പം നമ്മൾ നോക്കുക, തുക കാണാനുള്ള അഖണ്ഡ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എന്താ, n ഇൻറ്റു n-1 ഡിവൈഡ് ബൈ 2. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കുക, എത്ര അഖണ്ഡ സംഖ്യ എന്ന് ചോദിച്ചിട്ടുള്ള 20. അതിൽ നിന്ന് തന്നെ നമുക്ക് n എന്ന് പറയുന്നത് എന്താ, 20 ആണെന്ന് കിട്ടി. ഇനി ജസ്റ്റ് നമുക്കിത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n-ൻ്റെ അവിടെ 20 കൊടുക്കുക, വീണ്ടും n-ൻ്റെ അവിടെ 20-1 ഡിവൈഡ് ബൈ 2. 20 ഇൻറ്റു 20-1 എന്ന് പറയുന്നത് 19 ആണല്ലേ, ഡിവൈഡ് ബൈ 2. 2ൽ 2 ഒരു വട്ടം, 20ൽ 2 10 വട്ടം. 10 ഇൻറ്റു 19 എത്രയാണ്, ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 190 ഉത്തരം വരുന്നത് അല്ലേ. സിമ്പിൾ, ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ഈ ഓർഡറിൽ തന്നെ പഠിക്കുക. അഖണ്ഡ സംഖ്യകൾ ഏതാ, 0, 1, 2, 3, 4. അഖണ്ഡ സംഖ്യേനെ ഇംഗ്ലീഷിൽ പറയണതാണ് കേട്ടോ, വോൾ നമ്പേഴ്സ്. അഖണ്ഡ സംഖ്യേനെ ഇംഗ്ലീഷിൽ പറയണതാണ് വോൾ നമ്പേഴ്സ്. സോ അഖണ്ഡ സംഖ്യകൾ ഏതാന്ന് പഠിച്ചു, 0, 1, 2, 3, 4, 5 ആന്ന് പഠിച്ചു. തുക കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n-1 ബൈ 2. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ എളുപ്പമാണല്ലേ, സ്കൂളിലൊക്കെ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഒറ്റ സംഖ്യ. ഒറ്റ സംഖ്യ ഏത്, ഒറ്റ സംഖ്യ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 1, 3, 5, 7 അങ്ങനെ പോകുന്നത്. അതായത് ഒരു 2 നമ്പറാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത് അല്ലേ. 1-ന്ന് 3 ആവണമെങ്കിൽ ഇത്ര 2 കൂട്ടണം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് വരുന്നത് 2ആണ്. ഒറ്റ സംഖ്യേനെ ഇംഗ്ലീഷിൽ എന്താ പറയുക, ഓഡ് നമ്പേഴ്സ്. പലരും ഇംഗ്ലീഷ് പേരിലായിരിക്കും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓഡ് നമ്പേഴ്സാണ് ഒറ്റ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണത്, ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്, എന്താ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ, എന്താ ഉത്തരം, 1 അല്ലേ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം. അപ്പം അത് നോട്ട് ചെയ്ത് വെക്കാട്ടോ ആ ക്വസ്റ്റ്യൻ. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ എന്താണ്, 1 ആണ്. മനസ്സിലായ. പിന്നെ നമുക്ക് ജനറലായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ ആയിരിക്കും അല്ലേ. തുക 2 ഒറ്റ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഇരട്ട സംഖ്യ, സംശയം ഉണ്ടാ. 1 + 3 ഇതിൻ്റെ ഉത്തരം എത്രയാണ്, 4 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇരട്ട സംഖ്യയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ തുക കാണാനുള്ള ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. മറ്റേതുപോലെ തുക കാണാനുള്ള ഇക്വേഷൻ n² ആണ് കേട്ടോ. ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, n² ആണ്. ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, n² ആണ്. ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n² ആണ്. ഓക്കെ, അപ്പോൾ ആ തുക കാണാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. നമുക്ക് ഇപ്പോൾ തൽക്കാലം എന്താ പറയുക, ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം. ബേസിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രോബ്ലംസ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയുന്നത് ഈവൺ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ, ഇരട്ട സംഖ്യ അല്ലേ. ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് എന്താ, 2, 4, 6, 8, 10. ഇതിനെയാണ് നമ്മൾ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത്. ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ സിമ്പിൾ എന്താ, n ഇൻറ്റു n+1. എന്താണ്, n ഇൻറ്റു n+1. ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കുക, പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ n ഇൻറ്റു n+1. ഓക്കെ, ഇതിൻ്റെ തുകയും അല്ലെങ്കിൽ ഇത് ഈ 2 ഇരട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും നമുക്ക് എന്താ കിട്ടുക, ഇരട്ട സംഖ്യ തന്നെ കിട്ടുക. 2 ഇരട്ട സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലും എന്താ, ഇരട്ട സംഖ്യ. സംശയം ഉണ്ടെങ്കിൽ 2 + 4 എന്ന് പറയുന്നത് 6. അതിൻ്റെ കൂട്ടിയപ്പോൾ ഉള്ള ഫലം എന്ന് പറയുന്നത് എന്താണ്, എന്താ പറയുക,
പറയുന്നത് ഇരട്ട സംഖ്യയാണ്. അതുപോലെ തന്നെ ഗുണിച്ചപ്പോൾ ഉള്ളത് എന്താണ്, അതും എന്താണ് ഇരട്ട സംഖ്യ. 2 × 4 എന്ന് പറയുന്നത് 8 എന്താണ് ഇരട്ട സംഖ്യയാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഭാജ്യസംഖ്യകൾ. ഓരോന്ന് പഠിച്ചു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കരുത്. അത് നല്ല രീതിയിൽ തന്നെ റിവേഴ്സ് ചെയ്ത് ആ ഓർഡർ ഇക്വേഷൻസ് തെറ്റിക്കാതെ, അതേപോലെ തന്നെ നമ്പേഴ്സ് ഭാജ്യസംഖ്യ തെറ്റരുത്, ഓഡ് നമ്പേഴ്സ് ഈവൺ നമ്പേഴ്സ് തെറ്റിക്കരുത്, അതുപോലെ ബോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സും ഒന്നും തെറ്റിക്കരുത്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ എബിലിറ്റിയാണ്. അതെങ്ങനെ നമ്മളെങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് നന്നായി നീറ്റായി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ തെറ്റില്ല. അപ്പം നമുക്ക് പറയണതാണ് ഭാജ്യസംഖ്യ. ഇപ്പോൾ ഭാജ്യസംഖ്യയുടെ കേസ് എടുത്തു നോക്കിയാൽ, സപ്പോസ് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. 4 എന്നുള്ള ഒരു നമ്പർ ഞാനിവിടെ എഴുതിയിട്ട് 4 ഏതൊക്കെ ഗുണിച്ചാൽ കിട്ടുക? 1 × 4 ഗുണിക്കുമ്പോൾ 4 കിട്ടും. അതേപോലെ തന്നെ 2 × 2 ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 4 കിട്ടും. വേറെ ഏതെങ്കിലും ഗുണിക്കുമ്പോൾ 4 കിട്ടുമോ? ഇല്ല. വേറെ ഒന്നും ഗുണിക്കുമ്പോൾ ഇനി 4 കിട്ടാനില്ല അല്ലേ? അപ്പം 4ൻ്റെ ഘടകങ്ങളായിട്ട് വരുന്നത് ഏതൊക്കെ നമുക്ക് എഴുതാം? 1 എഴുതാം, 2 എഴുതാം, പിന്നെ 4 എഴുതാം. ഇനി 8 എന്നുള്ള നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 × 8 ഗുണിക്കുമ്പോൾ കിട്ടും. പിന്നെ 2 × 4 ഗുണിക്കുമ്പോഴും എന്ത് ഉത്തരം കിട്ടും? 8 കിട്ടും. അപ്പോൾ 8ൻ്റെ ഘടകങ്ങൾ ഏതെഴുതാം? 1 എഴുതാം, 2 എഴുതാം, 4 എഴുതാം, 8 എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത് എന്താണ്? 2ൽ കൂടുതൽ ഘടകങ്ങൾ വരുന്നത്. ഇപ്പോൾ ഈ കേസിലെടുത്ത് നോക്കിയാൽ 2ൽ കൂടുതലല്ലേ? 1, 2, 3 ഘടകങ്ങളുണ്ട് 4-ന്. 8-നോ 4 ഘടകങ്ങളുണ്ട്. അപ്പോൾ 2ൽ കൂടുതൽ ഘടകങ്ങൾ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. 2ൽ കൂടുതൽ ഘടകങ്ങൾ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭാജ്യസംഖ്യകളുടെ ഓർഡർ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. 4, 6, 8, 9, 10. ഇനി പരീക്ഷ സമയത്ത് നമുക്ക് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഘടകങ്ങളെ നോക്കിയിട്ട് ഏതൊക്കെയാണോ ഒന്നിൽ കൂടുതൽ വരുന്നത് ഓരോ നമ്പർ ജസ്റ്റ് ചെക്ക് ചെയ്യുക. പക്ഷെ ഒരുപാട് സമയം എടുക്കും ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യാനിരിക്കുമ്പോൾ അല്ലേ? അപ്പോൾ അതിനും ഭേദം നമ്മൾ ഇപ്പോഴേ അത് പഠിച്ചു വയ്ക്കുന്നതാണ്. 4, 6, 8, 9, 10 അതാണ് എന്ത്? ഭാജ്യസംഖ്യകൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ചോദിക്കാവുന്നൊരു ചോദ്യമാണ് ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ. തെറ്റിക്കരുത്. ഉത്തരം 4 ആണ്. ഉത്തരം എന്താണ്? 4 ആണ്. ഇപ്പോൾ ഈ ഭാജ്യസംഖ്യകളെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. പലരും അങ്ങനെയാണ് കേട്ടിട്ടുണ്ടായിരിക്കുക. കാരണം ഒരുപാട് കാലമായിട്ടില്ല ടച്ച് വിട്ടിട്ട്. അപ്പോൾ എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാണ് ഭാജ്യസംഖ്യകളെ പറയുന്നത്. അടുത്തത് അഭാജ്യസംഖ്യയാണ്. അഭാജ്യസംഖ്യനെ പറയുന്നതാണ് പ്രൈം നമ്പേഴ്സ് എന്ന്. അപ്പോൾ നമ്മളൊരു നമ്പർ എടുത്തു, 3 എന്നുള്ള നമ്പർ എടുത്തു. എന്തൊക്കെ ഗുണിക്കുമ്പോഴാണ് നമുക്ക് 3 കിട്ടുന്നത്? 1 × 3 മാത്രം ചെയ്യുമ്പോഴാണ് നമുക്ക് 3 ഉത്തരം കിട്ടുന്നുള്ളൂ. വേറെ ഏതെങ്കിലും നമ്പർ 2ൽ കൂടെ എന്തെങ്കിലും ഗുണിച്ചാൽ കിട്ടുമോ? ഇല്ല. പിന്നെ 1 × 3 മാത്രമാണ് കിട്ടുന്നത്. ഇനി 5ൻ്റെ കേസ് എടുത്ത് നോക്കിയാലും 1 × 5 മാത്രമാണ്. 7ൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എന്താണ്? 1 × 7. ഞാനിവിടെ 7 വിട്ടുപോയി. അപ്പോൾ 7ൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ? 1 × 7. അപ്പോൾ 13 എന്നുള്ള നമ്പർ എടുത്ത് നോക്കുമ്പോൾ എന്താ വരുന്നത്? 1 × 13. ഓക്കെ. 11 എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ? 1 × 11 മാത്രമാണല്ലേ വരുന്നത്, വേറെ ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഒന്നും അതേ സംഖ്യ മാത്രമായി ഘടകമായി വരുന്ന നമ്പേഴ്സിനെയാണ് എന്ത്? പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്ന് പറയാം. അപ്പം അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. ഒന്നും അതേ നമ്പേഴ്സും മാത്രം ഘടകമായിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒന്നും അതേ നമ്പറും മാത്രം ഘടകമായിട്ട് വരുന്നതിനെയാണ് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ. അപ്പോൾ അതിൻ്റെ ഓർഡർ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2, 3, 5, 7 അങ്ങനെ അങ്ങോട്ട് പോട്ടാ. 9, 8 വരില്ല, 9 വരില്ല, 10 വരില്ല. പിന്നെ വരുന്നത് 11 പിന്നെ 13 വരുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ്? 2 കേട്ടോ. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 2. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 2. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഭാജ്യവും അഭാജ്യവുമല്ലാത്ത സംഖ്യ. ഭാജ്യവും അഭാജ്യവുമല്ലാത്ത സംഖ്യ. അപ്പോൾ നമുക്കറിയാം ഭാജ്യസംഖ്യ അഭാജ്യവുമല്ലാത്ത സംഖ്യ എന്ന് പറയുമ്പോൾ ഏത് വരുന്നത്? 1 ഉത്തരം വരുന്നത് കേട്ടോ. 1. കാരണം 1 ഭാജ്യത്തിലുണ്ട്. ഭാജ്യസംഖ്യയിലെ ഏതൊക്കെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്? 4, 6, 8, 9, 10 ഞാൻ ഭാജ്യസംഖ്യയുടെ ഇത് പറഞ്ഞത്. ഇനി അഭാജ്യസംഖ്യയ്ക്ക് ഞാൻ പറഞ്ഞത് 2, 3, 5, 7.
അപ്പോൾ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടാവും ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ഉത്തരം ആദ്യമേ പഠിച്ചേക്കുക. ഭാജ്യവും അഭാജ്യവും അല്ലാത്ത സംഖ്യ ഏതാണ്? നമുക്ക് 2 പറയാൻ പറ്റില്ല അല്ലേ? 2 ഏതിൽ വരുന്നുണ്ട്? അഭാജ്യത്തിൽ വരുന്നുണ്ട്. 3 പറയാൻ പറ്റില്ല, 3 അഭാജ്യത്തിൽ വരുന്നുണ്ട്. 4 ഭാജ്യത്തിൽ വരുന്നുണ്ട്. 5 അഭാജ്യത്തിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം? 1. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. ഭാജ്യവും അഭാജ്യവും അല്ലാത്ത സംഖ്യ 1. പിന്നെ ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്? 2, 3, 5, 7 ആണ് നമ്മൾ അഭാജ്യ സംഖ്യ പഠിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇരട്ട അഭാജ്യ സംഖ്യ ഏതാ? 2 ആണെന്ന് നമുക്കറിയാം അല്ലേ? 2 ആണ് എന്ത്? ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യ സംഖ്യ. അപ്പോൾ ആദ്യം തന്നെ അഭാജ്യ സംഖ്യ എഴുതി നോക്കുക. ഏതൊക്കെയാ? 2, 3, 5, 7. ഇതിൽ ഏറ്റവും ചെറിയ 2 ഒഴിച്ച് ബാക്കി അല്ലാതെ ഒറ്റ സംഖ്യയാണ്. അതിലേറ്റവും ചെറുത് ഏതാ വരുന്നത്? 3 ആണ് വരുന്നത് അല്ലേ? 1നും 10നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം. 1നും 10നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം. അപ്പോൾ അഭാജ്യ സംഖ്യകൾ നമ്മൾ എഴുതുമ്പോൾ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 2, 3, 5, 7. 8 വരുമോ? ഇല്ല. 9 വരുമോ? ഇല്ല. 10 വരുമോ? ഇല്ല. അപ്പോൾ ഉത്തരം 2, 3, 5. നമ്മൾ ബ്രാക്കറ്റിൽ എഴുതിത്തരാം. 2, 3, 5, 7 ആണ് എന്ത് വരുന്നത്? അഭാജ്യം വരുന്നത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണമാണ് വരുന്നത്. എന്താ? 1നും 10നും ഇടയിലുള്ള, ഞാൻ എഴുതിയത് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് വായിക്കുന്നത്. 1നും 10നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് അല്ലേ? അടുത്തത് 11നും 20നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം. അപ്പം ഞാനിവിടെ നോക്കി വെച്ചിട്ടുണ്ട്. 11 വരും, 13 വരും, 15 വരുമോ? ഇല്ല. 15ന് ഇതിൻ്റെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നത് 1 × 15 എടുക്കാം, അതുപോലെ 3 × 5 എടുക്കാം. അപ്പം അത് വരില്ല. പിന്നെ ഏതാ? 16 വരുമോ? ഇല്ല. 16 1 × 16 എടുക്കാം, 8 × 2 എടുക്കാം, 4 × 4 എടുക്കാം. അപ്പോൾ 16 വരില്ല. പിന്നെ വരുന്നത് 17 ആണ്. 18ഉം വരില്ല, 19. അപ്പോൾ എത്രയാ? 11നും 20നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഇനി പഠിച്ചേക്കുക. 21നും 30നും ആണെങ്കിൽ അത് 2, 31നും 50നും ആണെങ്കിൽ അതും 2. പിന്നെ 1നും 50നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം. അപ്പോൾ അത് 15 ആണ്. പിന്നെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 51നും 60നും 2 ആണ്. 61നും 70നും 2 ആണ്. 71നും 80നും 3 ആണ്. 81നും 90നും 2 ആണ്. 91നും 100നും 1 ആണ്. 1നും 100നും ഇടയിൽ 25. ഇമ്പോർട്ടൻ്റ് ആണ്. 1നും 100നും ഇടയിൽ 25. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഇവിടെ ഉള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് എണ്ണി നോക്കിയിട്ട് എഴുതാം. ഇതൊക്കെ എണ്ണി നോക്കാൻ നിന്നാൽ കുറേ നേരം എടുക്കും. അപ്പോൾ ഇത് നിങ്ങൾ എന്താ 2, 2, 3, 2, 1 ആ ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചേക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന സംഖ്യ എന്ന് പറയുന്നത് പൂർണ്ണസംഖ്യയാണ്. ഇൻഡിജേഴ്സ് ആണ് അല്ലേ? പൂർണ്ണസംഖ്യ ഇൻഡിജേഴ്സ് ആണ്. പൂർണ്ണസംഖ്യ ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒന്നുമില്ല, നെഗറ്റീവ് നമ്പേഴ്സും കൂടി വരും. പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ 0 പ്ലസ് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടി വരും. അതാണ് പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. -5, -4, -3, -2, -1, 0, 1, 2, 3, 4, 5. ഇതാണ് പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ എന്ന് പറയുന്നത് ചോദിച്ചിട്ടുള്ളതാണ് -1 ആണ്. -1 ആണ് ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ. തെറ്റിക്കരുത്. പലരും ഇവിടുന്ന് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അല്ല, നെഗറ്റീവിൻ്റെ കേസസിൽ വാല്യൂ എന്താ? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്തോറും. അപ്പോൾ ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. ഓക്കെ. അടുത്തത് നമ്മൾ പൂർണ്ണസംഖ്യ കഴിഞ്ഞാൽ അടുത്ത് പഠിക്കാനുള്ളത് പരിപൂർണ സംഖ്യകളാണ്. പരിപൂർണ സംഖ്യകളുടെ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. പെർഫെക്റ്റ് നമ്പേഴ്സ് എന്താ? ആ സംഖ്യ ഒഴിച്ച് ബാക്കിയുള്ളവ കൂട്ടുമ്പോൾ ആ സംഖ്യ കിട്ടണം. അത് ഇങ്ങനെയാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. നമ്മൾ 6 എന്നുള്ള ഒരു നമ്പർ എടുത്തു. 6ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 × 6 ചെയ്യുമ്പോൾ 6 കിട്ടുന്നുണ്ട്. പിന്നെന്താ 2 × 3 ചെയ്യുമ്പോഴും 6 കിട്ടുന്നുണ്ട്. ഇതിൽ ഈ 6 എന്ന് പറയുമ്പോൾ 6 എന്നുള്ള നമ്പർ റൗണ്ട് ചെയ്തു. ബാക്കി 3 നമ്പർ കൂടി കൂട്ടുമ്പോൾ ഉത്തരം 6 കിട്ടണം. അപ്പം 3 + 2 5 ആണ്. 5 + 1 6. അപ്പോൾ 6 കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ 6 എന്ന് പറയുന്നത് എന്താണ്? ഒരു പരിപൂർണ സംഖ്യകളാണ്. ഇനി ഒരു എക്സാമ്പിളിന് 10 എടുത്തു. 10 ചെയ്യുമ്പോൾ അതിൻ്റെ
പ്രാക്ടീസ് ചെയ്തൊക്കെ. 1 × 10 വരുന്നുണ്ട്, 2 × 5 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 5 + 2 7 7 + 1 8. അപ്പോൾ അത് നമുക്ക് പരിപൂർണ്ണ സംഖ്യയായിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് പഠിക്കേണ്ടത് ഏതാ? ഏറ്റവും ചെറിയ പരിപൂർണ്ണ സംഖ്യ ഏതാന്ന് പഠിച്ചിരിക്കുക. ഏറ്റവും ചെറിയ പരിപൂർണ്ണ സംഖ്യ എന്ന് പറയുന്നത് 6 നമ്മൾ കുറച്ച് നേരം ഇതിനു വേണ്ടി സമയം കണ്ടെത്തണം. കാരണം ഇത് പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ പലർക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും. അപ്പോൾ ഓരോന്നും അതിൻ്റേതായിട്ടുള്ള മനസ്സിൽ പതിച്ചിട്ട് വേണം നമ്മൾ അടുത്ത ഇപ്പോൾ പരിപൂർണ്ണ സംഖ്യകൾ പഠിക്കുന്നതിന് മുന്നേ പൂർണ്ണസംഖ്യകൾ നീറ്റായി പഠിച്ച് അതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു ഇത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ പരിപൂർണ്ണ സംഖ്യകൾ പഠിക്കാൻ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ പരിപൂർണ്ണ സംഖ്യ 6 കേട്ടോ. ഇനി തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏത്? അപ്പം ഞാൻ അവിടെ അഭാജ്യ സംഖ്യ എടുത്തപ്പോൾ ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞിട്ടുള്ളത്? 2, 3, 5, 7 ആണ്. അപ്പോൾ 2 അഭാജ്യ സംഖ്യ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പം തന്നെ നമുക്കറിയാം 1 അല്ല, 2, 3, 5, 7 പഠിച്ചത്. അപ്പം അതിൽ 2 ഉണ്ടല്ലേ. അപ്പോൾ ഉത്തരം അപ്പം തന്നെ എഴുതി എന്താണ്? 2 ആണെന്ന് എഴുതി. ഇത് കണ്ടോ, ഇത് അറിയണമെന്നുണ്ടെങ്കിൽ അഭാജ്യ സംഖ്യ എന്താണെന്ന് അറിയണം, അത് ഏതൊക്കെയാണെന്ന് അറിയണം. അങ്ങനെയുള്ളവർക്ക് ഇത് പെട്ടെന്ന് ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം എഴുതാം. ഇനി ഒറ്റയാന കണ്ടെത്തുക. 2, 6, 7, 11. അപ്പോൾ 2 എടുത്തു നോക്കിക്കഴിഞ്ഞാലും 7 എടുത്തു നോക്കിക്കഴിഞ്ഞാലും 11 എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതൊക്കെ എന്താണ്? അഭാജ്യ സംഖ്യകളാണ്. അപ്പൊ 6 എന്ന് പറയുന്നത് ഏതാ? പരിപൂർണ്ണ സംഖ്യയാണ് അല്ലെ. അപ്പൊ ഇതിൽ ഉത്തരം ഏതാ? ഒറ്റയാൻ എന്ന് പറയുന്നത് 6 ആണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? അഭാജ്യ സംഖ്യ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ചുവടെയുള്ള സംഖ്യകളിൽ വ്യത്യസ്തമായത് ഏത്? ചുവടെയുള്ള സംഖ്യകൾ 8, 9, 10, 11. 11 ആണ്. കാരണം 11 വരുന്നത് ഏതാണ്? അഭാജ്യ സംഖ്യയാണ്. 11 വരുന്നത് അഭാജ്യ സംഖ്യയാണ്. അപ്പം അതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും അഭാജ്യ സംഖ്യ അല്ല. അടുത്തടുത്ത 2 ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എളുപ്പമാണ് അല്ലേ. ഒറ്റ സംഖ്യകൾ എത്രയാ? 1, 3, 5, 7. വ്യത്യാസം എത്രയാ? 2 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇരട്ട സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോഴും അതും എന്താണ്? 2 ആണ്. ഇനി ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് എന്താണ്? 1 ആണ് അല്ലേ. ഇനി നമ്മൾ ഒറ്റ സംഖ്യേനെ പറ്റി പറഞ്ഞു. ഒറ്റ സംഖ്യേനെ പറ്റി പറഞ്ഞപ്പോൾ ഒറ്റ സംഖ്യയുടെ തുക എന്താ പറഞ്ഞത്? n² എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറ്റ സംഖ്യേനെ പറ്റി പറഞ്ഞപ്പോൾ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? n² ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. n എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നമുക്ക് തരും. അപ്പോൾ ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ തുക ചോദിച്ചു കഴിഞ്ഞാൽ 30 നമ്മൾ ആദ്യം തന്നെ എന്താ തുക കാണാനുള്ള ഇക്വേഷൻ എഴുതി വെക്കുക. എന്താ? n² ആണ്. n എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലുണ്ടാവും 30 ആണ്. 30² എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. 30 × 30 നമ്മൾ എന്ത് പറയുന്നത്? 30² എന്ന് പറയുന്നത്. ഇപ്പം നോക്കി 2 0 പിന്നെ 3 × 3 9. അങ്ങനെ വേണമെങ്കിൽ ഈസി ആയിട്ട് എന്താ മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ പോയിട്ട് ഒന്ന് സ്പീഡിൽ, ഓരോരുത്തർക്ക് എങ്ങനെ എളുപ്പമെന്ന് അറിയില്ലല്ലോ, സൈഡിൽ പോയിട്ട് 30 × 30 വേഗം ഒന്ന് ചെയ്തിട്ട് 900 ഉത്തരം എഴുതി വയ്ക്കുക. ഓക്കെ, അടുത്തത് ആദ്യത്തെ 60 ഒറ്റ സംഖ്യകളുടെ തുക. അപ്പം തന്നെ പറയാം, ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? n². തുക = n² എന്ന് എഴുതി വെച്ചു. n എന്ന് പറയുന്നത് 60 ആണെന്ന് അറിയാം. സോ 60² = 60² എന്താ പറയാ? നമുക്ക് മാറ്റി എഴുതാം. 60 × 60 എന്ന് എഴുതാം. 2 0 ഉണ്ട് അല്ലേ, 1 0 ഉണ്ട്, 1 0 ഉണ്ട്. അപ്പോൾ 2 0 നമ്മൾ എഴുതി. 6 × 6 എത്രയാ? 36 ആണെന്ന് അറിയാം. സോ 3600 ഉത്തരം. ഇനി എന്താ? ആദ്യത്തെ 100 ആണ് കേട്ടോ. 100 ഒറ്റ സംഖ്യകളുടെ തുക. n² ഇക്വേഷൻ എഴുതി. 100 ആയതുകൊണ്ട് 100². 100 × 100 ഇപ്പം 4 0 വരും അല്ലേ. ഇതിൽ 2 0 ഉണ്ട്, ഇതിൽ. അപ്പം 4 0 ഇട്ടു. 1 × 1 എന്താ? 1 എഴുതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഞാൻ ഈസിക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന വന്നാൽ സൈഡിൽ പോയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ കുറച്ച് പ്രോബ്ലംസ് ആണ് കേട്ടോ. നമ്മൾ തുക കാണാനുള്ള ഇക്വേഷൻ പഠിച്ചില്ലേ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തിരിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നത്. 1 മുതൽ 50 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. അപ്പോൾ 1 to 50 എത്ര നമ്പേഴ്സ് ഉണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കാൻ. ഒറ്റ സംഖ്യ വെറും നമ്പേഴ്സ് അല്ല, നമ്മൾ ഒറ്റ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ വ്യത്യാസം എത്രയാണെന്ന് നമുക്കറിയാം? 2 ആണെന്നറിയാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്പർ ആയിട്ടുള്ള 50നെ 2 കൊണ്ട് ഹരിച്ചു. 50 ഹരിക്കണം 2 25 മനസ്സിലായി. അപ്പോൾ എത്ര ഒറ്റ സംഖ്യ ഉള്ളതെന്ന് ഉത്തരം കിട്ടി. എത്ര ഒറ്റ സംഖ്യ ഉണ്ട്? 25 കിട്ടി. അപ്പോൾ 25 ഒറ്റ സംഖ്യ ആണെങ്കിൽ അതിൻ്റെ തുക
തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? n സ്ക്വയർ ആണ്. n സ്ക്വയർ ഈക്വൽ ടു 25 സ്ക്വയർ. 25 സ്ക്വയറിന് നമ്മൾ എന്താ പറയുക? 25 ഇൻറ്റു 25. 25 ഇൻറ്റു 5 എന്താ പറയുക? അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. 25 എന്ന് പറഞ്ഞ് ചെയ്യാം. പിന്നെ 2 ഇൻറ്റു 2 അങ്ങനെ എടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സൈഡിൽ പോയിട്ട് ഞാൻ പറഞ്ഞ പോലെ 25 ഇൻറ്റു 25 625 എന്ന് കിട്ടും ഉത്തരം 625. അതുപോലെ തന്നെ ആദ്യത്തെ 80 ഇരട്ട സംഖ്യകളുടെ തുക. ഇരട്ട സംഖ്യയാണ് കേട്ടോ. നമ്മൾ ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ പഠിച്ചിട്ടുണ്ട്. എന്താ? n ഇൻറ്റു n പ്ലസ് 1 ആണ് എന്ത്? ഇരട്ട സംഖ്യകളുടെ തുക കാണാം. ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 2, 4, 6, 8, 10 അങ്ങനെ പോകുന്നതാണ് ഇരട്ട സംഖ്യ. ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. n ഇൻറ്റു n പ്ലസ് 1 n ഇൻറ്റു n പ്ലസ് 1 സോറി n ഇൻറ്റു n പ്ലസ് 1 ആണ് എന്ത്? ഇരട്ട സംഖ്യകളുടെ തുക. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 80 എന്നാണ്. അപ്പോൾ 80 n അവിടെ ഫിക്സ് ചെയ്തു 80 ആണ്. അപ്പോൾ നമ്മൾ n 80 ആണ് എടുത്ത് എഴുതി വെച്ചു. നമ്മൾ എന്ത് ചെയ്ത് n സ്ഥാനത്തൊക്കെ 80 ഇട്ട് കൊടുത്തു ഇക്വേഷനിൽ. 80 ഇൻറ്റു 80 പ്ലസ് 1 അതായത് 80 ഇൻറ്റു 81 ഒന്നെങ്കിൽ സൈഡിൽ പോയി ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്രയാണ് കിട്ടിയത്? 6400 ഉത്തരം കിട്ടി. പിന്നെ 1നും 100നും ഇടയ്ക്കുള്ള ഇരട്ട സംഖ്യകളുടെ തുക. അപ്പോൾ ആദ്യം തന്നെ 1നും 100നും ഇടയ്ക്ക് എത്ര ഇരട്ട സംഖ്യ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇരട്ട സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക ഈക്വൽ ടു 50 കിട്ടി. അപ്പോൾ തുക കാണാനുള്ള ഇക്വേഷൻ ഉടനെ ഇതൊക്കെ എഴുതി ഒന്ന് സൈഡിൽ നിങ്ങൾക്ക് ഷീറ്റ് കിട്ടുമല്ലോ, നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ ഷീറ്റ് കിട്ടും. അപ്പോൾ അവിടെ n ഇൻറ്റു n പ്ലസ് 1 എന്ന് എഴുതി ഈക്വൽ ടു എന്നിൻ്റെ അവിടെയൊക്കെ നമ്മൾ എത്ര കണ്ടുപിടിച്ചിട്ടുണ്ട്? എത്ര നമ്പർ ഉണ്ടെന്ന്? 50 ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 50 ഇൻറ്റു 50 പ്ലസ് 1 ഈക്വൽ ടു 50 പ്ലസ് 1 എന്ന് പറയുന്നത് 51. 50 ഇൻറ്റു 51 ചെയ്യുമ്പോൾ 2500 നമുക്ക് ഉത്തരം കിട്ടും. പിന്നെ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക. അപ്പോൾ നമ്മൾ പുതിയൊരു ഇക്വേഷൻ പഠിക്കണം. എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ട് 10 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 10 ഇട്ട് കൊടുക്കുക. അപ്പോൾ 10 ഇൻറ്റു 10 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 10 പ്ലസ് 1 ഡിവൈഡ് ബൈ 6. 10 ഇൻറ്റു 10 പ്ലസ് 1 എന്ന് പറയുന്നത് എന്താ? 11. 2 ഇൻറ്റു 10 20 ആണ്. 20 പ്ലസ് 1 21 ബൈ 6. ഈ 6നെ നമുക്ക് ചെറുതാക്കാം അല്ലേ? എന്താ പറയുക? 6ൽ 2 എത്ര വട്ടം? 3 വട്ടം. 6ൽ 10ൽ 2 5 വട്ടം. ഇനി ഇവിടെ 3 ആയി. ഈ 3ഉം 21 കൂടി ഒന്ന് ചെറുതാക്കിയാലോ? 21ൽ 3 7 വട്ടം. 3ൽ 3 1 വട്ടം. അപ്പം നമുക്ക് അതിനെ ചെറുതാക്കിയിട്ട് 5 ഇൻറ്റു 11 ഇൻറ്റു 7 എന്നാക്കാം. 5 ഇൻറ്റു 11 ആദ്യം ചെയ്യുക. കിട്ടുന്ന ഉത്തരം കൊണ്ട് 7 മൾട്ടിപ്ലൈ ചെയ്യാം. 385 ഉത്തരം കിട്ടും. ഓക്കെ, അടുത്തത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക. എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ വർഗ്ഗങ്ങളുടെ തുക നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ക്യൂബുകളുടെ തുക കാണുമ്പോൾ ഇക്വേഷൻ ക്യൂബ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ? 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് പ്ലസ് n ക്യൂബ്. n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഓൾ സ്ക്വയർ. ഇക്വേഷൻ തെറ്റരുത്. n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഓൾ സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ. n എന്ന് പറയുന്നത് എന്താ? 10 ആണ് അല്ലേ? 10 ഇൻറ്റു 10 പ്ലസ് 1 ഡിവൈഡ് ബൈ 2. 10 ഇൻറ്റു 11 ബൈ 2. അപ്പോൾ 10ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. 2ൽ 2 1 വട്ടം. 10 5 വട്ടം. 5 ഇൻറ്റു 11 ഓൾ സ്ക്വയർ. 5 ഇൻറ്റു 11 എന്ന് പറയുന്നത് 55 ആണ് സ്ക്വയർ. 55 എന്ന് പറയുന്ന സ്ക്വയറിനെ നമുക്ക് 55 ഇൻറ്റു 55 എന്ന് എഴുതാം അല്ലേ? 55 ഇൻറ്റു 55 ചെയ്യുമ്പോൾ 3025. കണ്ട 55 സ്ക്വയറിനെ നമുക്ക് 55 ഇൻറ്റു 55 എന്ന് ചെയ്യാം. സോ നമുക്ക് അതിന് എന്ത് എഴുതാം? 3025 എന്ന് എഴുതാം. അപ്പം നമ്മൾ ഇത്രയ്ക്കാണ് ഇന്ന് നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന. ഒരുപാട് പ്രോബ്ലമായി തലവേദനിപ്പിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എണ്ണൽ സംഖ്യകൾ പഠിച്ചു, അതുപോലെ തന്നെ അഖണ്ഡ സംഖ്യകൾ പഠിച്ചു, ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ, ഭാജ്യസംഖ്യ, അഭാജ്യസംഖ്യ, പൂർണ്ണസംഖ്യ, പരിപൂർണ്ണ സംഖ്യ, ഇതെല്ലാം പഠിച്ചു. അപ്പോൾ ഓരോന്നും ഏതൊക്കെയാണ് നമ്പർ, അതിലേതാണ് ചെറുത് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ ഭാജ്യസംഖ്യകൾ പറയുമ്പോൾ എന്താ? ഭാജ്യസംഖ്യ 1 2 4 8 ആണ്. അഭാജ്യസംഖ്യ 2 3 5 7 ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ തറവായിട്ട് അറിയണം.
പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇക്വേഷൻ, ഞാൻ ഇക്വേഷൻ സെപ്പറേറ്റ് നിങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, പ്രോബ്ലത്തിൻ്റെ ഇടയിൽ അങ്ങോട്ട് എഴുതിപ്പോയാൽ ചില സമയം നമുക്ക് ശ്രദ്ധ കിട്ടിയെന്ന് വരില്ല. സെപ്പറേറ്റ് ഇങ്ങനെ എഴുതി വയ്ക്കുക. എണ്ണൽ സംഖ്യകളുടെ ഇക്വേഷൻ, അഖണ്ഡ സംഖ്യകളുടെ, ഒറ്റ സംഖ്യകളുടെ, ഇരട്ട സംഖ്യകളുടെ, അതുപോലെ ഇന്ന് പഠിച്ചതാണ് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കാണാൻ, അതുപോലെ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കാണാൻ. ഈ ഇക്വേഷനൊക്കെ നല്ല നീറ്റായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് പല പ്രോബ്ലംസ്, അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന പല പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ടൈപ്പ് പഠിപ്പിച്ചതിന് ഡീറ്റെയിൽ ചെയ്തിട്ട് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ അത് പറയുമ്പോൾ നിങ്ങൾക്കും അത് പറയാൻ കിട്ടണം. കാരണം ആ ഇക്വേഷൻസും ഓരോന്നും ഏത് നമ്പറാണെന്ന് നമ്മൾ തറവായിട്ട് പഠിച്ചാൽ തന്നെ അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളും തന്നെ ചെയ്തു പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. താങ്ക്